അപ്പോഴേ ഇന്നെനിക്ക് പറയാനുള്ളത് കൊട്ടിയൂരിൻ്റെ വിശേഷമാണ്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊട്ടിയൂർ. തെക്കിൻ്റെ കാശി എന്നൊക്കെ പറയുന്നത് ഈ ഒരു ക്ഷേത്രത്തിനാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഞാൻ അവിടെ എത്തി. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കാണ്. എല്ലായിടത്തും ട്രാഫിക്കായിരുന്നു. അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും 2 ടെമ്പിളുണ്ട് കേട്ടോ. ആൻഡ് ഇവിടെ ഫുള്ള് പാർക്കിങ്ങിന് ഫുള്ള് വീടൊക്കെയാണെന്ന് ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കാട്ടിലേക്കൂടെ നടന്നാണ് അവിടെ എത്തിയത്. ഫുള്ള് ചെളിയായിരുന്നു. ചെളിയിലൊക്കെ പെരങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. പിന്നെ ഒരു പാലമുണ്ട്. പാലം ക്രോസ് ചെയ്ത് നിറയെ നല്ല തിരക്ക്, പിന്നെ നല്ല തിരക്ക്. ഈ കണ്ട ആളുകളൊന്നും അല്ല കേട്ടോ. പിന്നെ ചുറ്റും അവിടെ പൂക്കളുണ്ടായിരുന്നു. പുഴയൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകായിരുന്നു കേട്ടോ. ഈ പുഴയിലെ കല്ലുകൾ 2 ചേർത്തുരച്ച് കഴിഞ്ഞാൽ ചന്ദനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാനും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എന്താ പറയുക, ഇതിൽ കല്ലുകൾ അട്ടിയായിട്ട് വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5, 7, 9 അങ്ങനെയൊക്കെ കല്ലുകൾ ഞാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല രസമായിരുന്നു, നല്ലൊരു അറ്റ്മോസ്ഫിയർ. മഴയുണ്ടായിരുന്നു, മഴ നനഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തൊഴുതത്. ഭയങ്കര സന്തോഷമായി. നേർച്ച ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഗൂഗിൾ പേ അവിടെ ആക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അടുത്തുള്ള ഒരു പോലീസുകാരൻ ചേട്ടനോട് 200 രൂപ കടം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ നെയ്പായസം നിവേദിച്ചത്. ഭയങ്കര സന്തോഷം ഉള്ള ഒരു ദിവസമായിരുന്നു എനിക്ക്. സോ ഇനി അടുത്ത വൈശാഖ മഹോത്സവത്തിന് നിങ്ങൾ ആരെങ്കിലും പോകാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ തരാം കേട്ടോ. ഇവിടെ കണ്ടു കഴിഞ്ഞ കാഴ്ചകൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ലൈഫിൽ. താങ്ക് യു.